തൃഷയ്ക്കൊപ്പം വിവാഹവിരുന്നിനെത്തി വിജയ്. വന്നിറങ്ങിയത് ഒരു കാറിൽ, മടക്കവും ഒന്നിച്ച്. തമിഴിലെ പ്രശസ്ത നിർമ്മാതാവും വ്യവസായിയുമായ കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹവിരുന്നിൽ ഒന്നിച്ചെത്തി നടൻ വിജയും തൃഷയും. വ്യാഴാഴ്ച വൈകിട്ട് ചെന്നൈയിൽ നടന്ന വിവാഹവിരുന്നിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. ഒരു കാറിലെത്തിയ തൃഷയും വിജയും നവദമ്പതികൾക്ക് ആശംസ നേർന്ന് ഒരുമിച്ച് ഫോട്ടോയെടുത്ത് ഒന്നിച്ചാണ് മടങ്ങിയത്. സ്വർണ്ണനിറമുള്ള സിൽക്ക് ഷർട്ടും മുണ്ടുമായിരുന്നു വിജയ ധരിച്ചിരുന്നത്. വെള്ളയും സ്വർണ്ണനിറത്തിലുള്ള ചുവപ്പുകരയിൽ ഡിസൈനുള്ള സിൽക്ക് സാരിയും സ്ലീവ് ലെസ് ചുവപ്പ് ബ്ലൗസുമായിരുന്നു തൃഷയുടെ വേഷം. എമറാൾഡ് പതിച്ച നെക്ലേസും തൃഷ ധരിച്ചിരുന്നു. വിജയിയിൽ നിന്ന് വിവാഹമോചനമാവശ്യപ്പെട്ട് ഭാര്യ സംഗീത സ്വർണ്ണലിംഗം സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്ന് ദിവസങ്ങൾക്കകമാണ് ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ചെത്തുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാക്കുനൽകിയെങ്കിലും വിജയ് അത് ലംഘിച്ചുവെന്ന് ഹർജിയിൽ സംഗീത വ്യക്തമാക്കിയിരുന്നു. 2024 യിലാണ് തൃഷയും വിജയും ആദ്യമായി ഒന്നിക്കുന്നത്. തിരുപ്പാച്ചി, ആദി, കുരുവി, ലിയോ എന്നീ ചിത്രങ്ങളിലും ഇരുവരും പിന്നീട് നായികാനായകന്മാരായി. പ്രമുഖ നടിയുമായി ഭർത്താവിനുള്ള വഴിവിട്ട ബന്ധം സംഗീത 5 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് അച്ചോദ്യം ചെയ്തപ്പോൾ എല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് വിജയ സംഗീതയ്ക്ക് ഉറപ്പ് നൽകി. പക്ഷേ പിന്നീട് ആ ബന്ധം തുടർന്നു. ഇതോടെയാണ് വിജയ സംഗീത ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണത്. വിജയ്ക്ക് ഹാസ്യബന്ധമുള്ള നടി തൃഷ കൃഷ്ണൻ ആണെന്നാണ് പ്രചരിക്കുന്നത്. ആളുകളുടെയും ആരാധകരുടെയും ഈ സംശയം ഊട്ടി ഉറപ്പിക്കുന്ന പ്രവൃത്തികൾ രണ്ട് പേരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുമുണ്ട്. വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത നിയമപരമായ നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ തൃഷയുടെ കമന്റ് ബോക്സ് വിജയ ആരാധകരുടെ ഹേറ്റ് കൊണ്ട് നിറയുകയാണ്. അച്ഛൻ വിജയുമായി മകൻ ജേസൺ അകൽച്ചയിലാണെന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. വിജയിനെ ജേസൺ സഞ്ജയ് സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തെന്നും റിപ്പോർട്ടുണ്ട്. ഏറെക്കാലമായി വിജയിനെയും ജേസൺ സഞ്ജയിനെയും ഒരുമിച്ച് കാണാറില്ല. ജേസൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ പ്രഖ്യാപിച്ചപ്പോഴും വിജയ ഒപ്പം കണ്ടില്ല. അച്ഛനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ജേസൺ മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നതെന്ന് ചില യൂട്യൂബേഴ്സ് എടുത്ത് വാദിച്ചിരുന്നു.